ഹായ്, അപ്പോൾ ഞാനുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ കേപ്പ് ടൗണിൽ നിന്ന് നേരെ പോകുന്ന കൂർഗ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ഇത് കണ്ടില്ലേ, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എയർപോർട്ട് കാണുന്നത്. ഓലമേൻ ഒരു എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. അവിടുത്തെ ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഭംഗിയായിട്ടുള്ള ഒരു എയർപോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നേരെ അതിനുശേഷം ഞങ്ങൾ കൂർഗ് നാഷണൽ പാർക്കിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അവിടെ ഇരിക്കുന്ന ലെമനൊക്കെ നോക്കിക്കേണ്ട നാരങ്ങയൊക്കെ ഇത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്യണതാണ്. അവിടുത്തെ ഫുഡുകൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തരികയാണ് നമുക്ക്. അതിനുശേഷം ഞാൻ കൂർഗ് നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. ആ ഒരു വണ്ടിയിൽ നേരെ പോവുകയാണ്. വരുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ചീറ്റ അവിടെ കിടപ്പുണ്ട്. അതിനുശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ്. 2 ദിവസത്തെ യാത്രയാണ്. ഒരു എലിഫൻ്റ് അവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആനിമൽസ് ഉള്ളതാണ് കൂർഗ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അത് ദക്ഷിണാഫ്രിക്കയിലെ ദേശീയ ഉദ്യാനം, ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഗെയിം റിസർവുകളിൽ ഒന്നാണ് ഈ പാർക്ക്, കൂർഗ് നാഷണൽ പാർക്ക്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരും. 2 ദിവസത്തെ യാത്രയാണ്. ഇതിൻ്റെ അകത്തുകൂടിയുള്ള 2 ദിവസത്തെ യാത്രയാണ്. ഒരുപാട് ജിറാഫ്, അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പറയേണ്ടത്, ഈ ഒരു വണ്ടിയിൽ ഒരുപാട് സഞ്ചാരികൾ, വേൾഡിൽ നിന്നുള്ള ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. എലിഫൻറ്റ് അതുപോലുള്ള ഇങ്ങനെ കണ്ട് പോവുകയാണ്. എന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് ഫുഡ് കഴിക്കും. ഒരു ഹോട്ടലാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരുന്നതിന് ശേഷം ഇവിടെ ഒരു ലയൺ കിടപ്പുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ അത് കാണുന്നത്. ലയൺ ഇവിടെ ഉണ്ട്, സിംഹം അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിനുശേഷം 2 എണ്ണം കിടപ്പുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പിന്നെയും യാത്ര ചെയ്യുകയാണ്. ഓരോരോ സ്ഥലത്ത് ജിറാഫ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഫുഡ് ഇതേ നോക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇങ്ങനത്തെ ഒരു ഇത്. യാത്രക്കാരിങ്ങനെ കുക്കിംഗ് സാമഗ്രിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ സഞ്ചാരികൾ ഇങ്ങനത്തെ അവർക്ക് വേണ്ട ഭക്ഷണം അവർ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഫുഡ് കഴിഞ്ഞ് ഇവിടെ നിന്ന് പിന്നെയും യാത്ര തുടരുകയാണ്. പിന്നെ മാനുകളുടെയൊക്കെ കൂട്ടം തന്നെയാണ്. ഒരു കൂട്ടം മാനുകളും അതുപോലെ തന്നെ കാട്ടുപോത്തുകളും ഒരുപാട് മൃഗങ്ങൾ തന്നെയുണ്ട്. എലിഫൻ്റൊക്കെ ഇങ്ങനെ കൂട്ടത്തിൽ വന്ന് റോഡിൽ നിൽക്കുകയാണ്. നമ്മളിവിടെ നിൽക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഒരുപാട് മൃഗങ്ങളെയൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് ഈ നാഷണൽ പാർക്കിൽ. ഈ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒരു കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ ഇത്. അതിനുശേഷം ഞങ്ങൾ പോയത് ഗാന്ധി സ്ക്വയറിലേക്കാണ് പോയത്. ഗാന്ധി സ്ക്വയറിൽ പോയിട്ട് മഹാത്മാഗാന്ധിയുടെ ഒരു മ്യൂസിയം ഉണ്ട്, അവിടെ ഞങ്ങൾ പോയായിരുന്നു. അത് എന്താ പറയേണ്ടത്, നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ ഒരു മ്യൂസിയം സന്ദർശിച്ചായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇന്ത്യയായിട്ട് ഒരുപാട് ബന്ധമുള്ള സ്ഥലം തന്നെയാണ് നമ്മളുടെ സൗത്ത് ആഫ്രിക്ക. അതുപോലെ തന്നെ നെൽസൺ മണ്ടേല സ്ക്വയറായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് പോയായിരുന്നു. ഇതുപോലുള്ള ഒരുപാട് സഞ്ചാരികൾ ഇവരൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. കേരളത്തിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് പോയത്. നമ്മൾ ഒരുപാട് ഇങ്ങനെ യാത്രയിൽ ഒരുപാട് പേര് നമുക്ക് പരിചയപ്പെടാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ നമ്മൾ യാത്രയിലുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ഗ്രൂപ്പിലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് പല സ്വഭാവക്കാരുണ്ട്. യാത്രയിലാണ് ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടറും മനസ്സിലാകണം എന്നാണ് പറയുന്നത്. അതിൽ ഒരുപാട് നമ്മൾ ഇതുപോലെ ഗ്രൂപ്പിൽ ഒറ്റക്കാണ് പോകണമെങ്കിൽ ഒരു വേറെ രീതിയാണ്. പക്ഷേ ഗ്രൂപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ എന്തായാലും ഈ ഹോട്ടലിലൊക്കെ കയറി ഞാനും നേരെ തിരിക്കുകയാണ്. അതായത് എന്താ പറയണ്ടത്, നേരെ ഇത്തവണ വന്നിരിക്കുന്ന ബിസിനസ് ക്ലാസ് എടുത്തേക്കണം. അപ്പോൾ അവരുടെ ലോഞ്ച് യൂസ് ചെയ്ത് നേരെ സൗത്ത് ആഫ്രിക്കയിൽ നേരെ എന്താ പറയണത് കെനിയൻ കെനിയയിലേക്കാണ് പോകുന്നത്, നെയ്റോബിക്കാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോവുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോരാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. നെയ്റോബിയിൽ ബിസിനസ് ക്ലാസ് കിട്ടിയത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് കൂടെ സീറ്റ് കിട്ടി. എന്തായാലും നേരെ നെയ്റോബിക്ക് വരികയാണ്. നെയ്റോബിക്ക് വരുമ്പോഴാണ് ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. തിരിച്ചു വരാൻ നേരത്ത് അവിടെ വെച്ച് ഫ്ലൈറ്റ് ക്യാൻസലായി. ഫ്ലൈറ്റ് ഇല്ലെന്നാണ്, അവിടുത്തെ ഇഷ്യൂസ് കാരണം ഫ്ലൈറ്റ് ക്യാൻസലായി. അവരൊരു റൂം തന്ന്, ഇതുണ്ടല്ലേ അവർ ഹോട്ടലിൽ അവർ തന്നെ എയർപോർട്ടിൽ നിന്ന് നമുക്കൊരു റൂം തന്ന്, അതുപോലെ തന്നെ വിസ അടിച്ച് കെനിയയിൽ കൂടി ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഒരാൾക്ക് താമസിക്കാനായിട്ടുള്ള റൂം തന്നാണ്. എന്തായാലും കെനിയ കൂടി കാണാൻ പറ്റി. കെനിയയിൽ നിന്നാണ് അടുത്ത ദിവസം നേരെ ബോംബെയിലേക്കാണ് വരുന്നത്. അപ്പോൾ കെനിയ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ രാവിലെ തിരിച്ച് എന്താ പറയേണ്ടത് എയർപോർട്ടിലേക്ക് വരികയാണ് ചെയ്യണത്. കാര്യം ഒരു ദിവസം അവിടെ നിന്ന് കെനിയയിൽ നിന്ന് അത് യാദർശ്യമായിട്ടാണ്. അതിനുശേഷം ഞാൻ ബോംബെ വന്ന് അവിടെ നിന്ന് നേരെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൽ നേരെ നെടുമ്പാശ്ശേരിയിലേക്കാണ് വന്നത്. അപ്പോൾ എനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള യാത്രയായിരുന്നു ഈ സൗത്ത് ആഫ്രിക്കൻ യാത്ര എന്ന് പറഞ്ഞാൽ. ഞാൻ പോയേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക, സാംബിയ, സിംബാബ്വെ അതായിരുന്നു. പിന്നെ കെനിയ കൂടി കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഒരറ്റം കയറിയിട്ടാണ് വന്നത്. ഓക്കെ.